ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു താറാവ് കറിയാണ്. താറാവ് കറി എന്ന് പറഞ്ഞാൽ വെറും താറാവ് കറിയല്ല, തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് ഒരു താറാവ് കറിയാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ കണ്ടിഷ്ടമാവുന്നുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ താറാവ് കറി വയ്ക്കാനായിട്ട് അതിനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ താറാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ താറാവ് എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിൽ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇവയൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം, ഒരു അരമണിക്കൂറോളം വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് ഈ താറാവ് പെട്ടെന്ന് വേവാനായിട്ട് നമുക്ക് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3 വിസില്, അതായത് ബ്രോയിലർ താറാവായിരുന്നു, നാടൻ താറാവല്ല. അപ്പൊ അത് നമുക്കൊരു 3 വിസിൽ കേട്ടപ്പോൾ തന്നെ എന്റെ താറാവ് ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഓവർ കുക്ക് ആവാൻ പാടില്ല. ഓവർ കുക്കായതൊരു പിന്നെ നമ്മൾ കറിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് കുക്കായി പോകും. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ കുക്കാവുക. പിന്നെ ഞാനിവിടെ കഴിച്ചപ്പോൾ 3 വിസിൽ കേട്ടപ്പോൾ ഓക്കെ ആയി. അപ്പം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ താറാവിൽ ഓൾറെഡി നെയ്യ് ഉണ്ടായിരുന്നു. അപ്പം നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം കറിവേപ്പില ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഈ 1 കിലോയ്ക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം 1 കിലോ താറാവിന് ഒരു വലിയ 2 കഷ്ണം നല്ല വലിയ വെളുത്തുള്ളി ആയിരുന്നു. അപ്പം അത് ഒരു 3 വെളുത്തുള്ളി എടുത്തു. പിന്നെ ഒരു ഇഞ്ചിയുടെ ഒരു അര ഭാഗം ഇഞ്ചി എടുത്ത് അപ്പം നന്നായിട്ട് ഞാൻ ചതച്ചാണ് അതിലിട്ടത്. ടേസ്റ്റ് ആക്കിയില്ല, നന്നായിട്ട് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് ചെറിയ ഉള്ളി ഒരു 1/4 കിലോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പം അതും കുറച്ച് ഇട്ട് കൊടുക്കുക. 1/4 കിലോളം എടുത്ത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. കാരണം ഇതിൻ്റെ ടേസ്റ്റ് ചെറിയ ഉള്ളി ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് പിന്നെ ഒരു സവാളയാണ് ഇതിലെടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു നല്ല വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാള മതി. ആ ഒരു സവാള ഇട്ട് നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിടന്നതിന് നന്നായിട്ട് കിടക്കട്ടെ. എന്നിട്ട് ഒരുമിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഇതൊന്ന് ബ്രൗൺ കളറാവും. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് കൊടുക്കുക. അപ്പം ഇതൊന്ന് അങ്ങനെ വഴറ്റുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ മാറുന്ന നമുക്കറിയാൻ പറ്റും. ഇപ്പം തന്നെ ചെറുതായിട്ടൊന്ന് ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിത് പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. തേങ്ങാപ്പാലാണ് ഞാൻ ഉപയോഗിച്ചത്. വെറുതെ താറാവ് കറി വെക്കുകയല്ല ചെയ്തത്, തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് കറി വെച്ചത്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെപ്പോലെയുള്ളവരുടെ ഏറ്റവും വലിയ എന്താന്ന് പറയാ, അതായത് ഞാനൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ് അപ്പൊ ചാനല്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ പിന്നെ നമ്മൾ ഇനി അടുത്ത് ചേർക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു തക്കാളിയാണ്. അപ്പം ഇതിന് ഈ കറിക്ക് തക്കാളി വളരെ ടേസ്റ്റ് കൂട്ടുന്ന ഒന്നാണ്. അതായത് കറിയുടെ കൊഴുപ്പൊക്കെ നന്നായിട്ട് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് തക്കാളി. ഒരു തക്കാളി എടുത്ത് എങ്ങനെയാണോ കട്ട് ചെയ്തിടുക, ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അത് ഇങ്ങനെ കട്ട് ചെയ്തിടുക. അങ്ങനെ അപ്പോൾ ഇത് ഞാനിപ്പോൾ ക്രിസ്മസിന് ഇവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ
അപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ വരുന്നത്. അപ്പൊ എല്ലാരും ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ എല്ലാരും ഒന്ന് കമന്റ് ഇടണം കേട്ടോ, കാണുന്നവരെല്ലാരും. എന്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടോ അതോ ഇഷ്ടാവുന്നില്ലേ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം അതിടുക. അപ്പൊ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ന്യൂ ഇയർ വരാൻ പോകുന്നു, എങ്ങനെയുണ്ട് ക്രിസ്മസ് ഒക്കെ? എല്ലാരും ഹാപ്പി ആയിരുന്നു? അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഇതൊക്കെ നന്നായിട്ട് നമ്മളിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പും ഇട്ട് കൊടുക്കട്ടോ. അപ്പൊ നമ്മള് ഓൾറെഡി താറാവിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ കറിയില് നമുക്ക് ഈ ഒരു ഇതില് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതായത് ഞാനിപ്പോ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഗരം മസാലയാണ്. ഗരം മസാല 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ 2 ടൈപ്പ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതായത് കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്, മറ്റേ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടെ 1 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. കാരണം ഓൾറെഡി താറാവിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടാണ് മാരിനേറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ആവശ്യത്തിന് 1 ടീസ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് എരിവില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പൊ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു പൊടിയോടെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റുമ്പോൾ ശ്രദ്ധിക്കുക, അടിച്ചു പിടിക്കാണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, തീയൊക്കെ വളരെ കുറച്ചിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പൊ മസാലയൊക്കെ ആ ഒരു പൊടികളൊക്കെ ആ ഒരു ഇതിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേവിച്ച് വെച്ചിരുന്ന താറാവ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ആ നെയ്യോടുകൂടി തന്നെ നമ്മൾ താറാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്യോടുകൂടി തന്നെ താറാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്റെ ഈ താറാവൊക്കെ 3 വിസിലടുപ്പത്ത് തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പക്ഷെ നാടൻ താറാവ് ഇതിൽ നിന്നും കുറച്ചും കൂടെ കുക്കറിൽ വിസിൽ അടുപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇതിപ്പോ 3 വിസിൽ മതി, കാരണം ബ്രോയിലർ ആയിരുന്നു. അപ്പം നമുക്ക് 3 വിസിലിന്റെ ആവശ്യം വന്നുള്ളൂ. അപ്പൊ നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതായത് ആ ഒരു മസാല എല്ലാം താറാവിലോട്ട് ഒന്ന് പിടിക്കുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോ ചെയ്യുന്നത് അതിൽ നിന്നൊരു കഷ്ണം എടുക്കാൻ നോക്കുന്നതാണ്. പക്ഷെ കഷ്ണം കിട്ടുന്നില്ല. അതാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. കഷ്ണം എടുക്കുന്നത് വെച്ചാൽ അത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തേങ്ങാപ്പാൽ, അതായത് 2ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ അതായത് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മള് 1ാം പാൽ ഒഴിക്കുമ്പോൾ അധികം തിളപ്പിക്കാണ്ടിരിക്കാൻ നോക്കുക. 2ാം പാൽ ഒഴിച്ചിട്ട് ഈ ഒരു ഇത് ശരിക്കും 2ാം പാലിൽ കിടന്നതിന് ശരിക്കും എന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. ഞാനിപ്പോഴാണ് ആഡ് ചെയ്തത് കുക്കറിൽ. നമുക്കിത് കുക്കറിൽ വേവിച്ചില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇത് അടുപ്പിലിട്ട് ഇങ്ങനെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെ ഇത് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ട് തേങ്ങാപ്പാൽ തന്നെ വേവിച്ചെടുക്കാം. ഞാനിപ്പോ ഇവിടെ എളുപ്പത്തിന് നമ്മൾ കുക്കറിൽ വേവിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഇപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇനി ഇത് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരും. അപ്പൊ നമുക്ക് കുറച്ചേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരും, തിളച്ച് കുറുകി വരും. ഓക്കെ,
അപ്പൊ കണ്ടോ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് അതിപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പൊ അതായത് ആ ഒരു ഉണ്ടാക്കിയ സമയത്ത് അവിടെ നിൽക്കാൻ പറ്റില്ല, നല്ല മണമായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ ഇതിപ്പോ ഞാൻ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്താന്ന് വെച്ചാൽ ഇനി ഇത് തിളച്ച് വന്നല്ലോ, അത്യാവശ്യം നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ആദ്യം തേങ്ങാപ്പാല് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കും. ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ ഇനി അധികമായിട്ട് തിളപ്പിക്കാതെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവുക, ഇത്രയും മതി. അത്രയൊന്നും ഒരു ഇത് മതി, ഒരുപാട് തിളക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാവുക. എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടത് കുരുമുളക്. നമ്മൾ ഇതുവരെയും കുരുമുളക് ചേർത്തിട്ടില്ല. നമ്മൾ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് കഷ്ണങ്ങളൊന്നും, അതായത് മാംസം എല്ലാം വിട്ടു പോകാണ്ട് നോക്കുക. പതിയെ അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് എന്തോരം ചേർത്താലും അത്രയും ടേസ്റ്റാണ് താറാവ് കറിക്ക്. കുരുമുളക് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ. അപ്പൊ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് വെറുതെ ഒരു രസം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ ആ കയ്യിൽ കൊണ്ട് ഒന്നെടുത്ത് പൊക്കി വെച്ചിരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം എരി കുറച്ച് കുറവാണ്, കുറച്ചും കൂടെ കുരുമുളക് ഇടും. പിന്നെ ഇപ്പം ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഗരം മസാലയാണ്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അവസാനമായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പം മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കറി അത് പെർഫെക്റ്റായി, അതായത് മണവും ഗുണവും ടേസ്റ്റും എല്ലാം കിട്ടും. അതായത് നല്ല ചിലർക്ക് മല്ലിയില ഇഷ്ടമായിരിക്കില്ല, പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇവിടെ മല്ലിയില ഇഷ്ടമാണ്. അപ്പം ഞാൻ മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഈ ഇതിൽ കാണുമ്പോൾ കറി എന്തോരോ കളറായിരിക്കും എന്ന് പറഞ്ഞു, പക്ഷെ നേരിട്ട് നല്ല കളറുമായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ച് താറാവ് കറി വെച്ചത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാവർക്കും ഒന്ന് വെച്ച് ട്രൈ ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇപ്പോൾ ചേർത്തത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. എനിക്ക് എരിവ് കുറച്ച് പോരാൻ തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ കുരുമുളക് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ.